ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമമഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ദൈവിക ആലോചന ദാനിയേലിന്റെ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 20-21 വാക്യം. ദൈവത്തിന്റെ നാമം എന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കും. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തന്ന ഈ ചിന്ത, ദാനിയേൽ ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകുന്ന 15 കാര്യങ്ങൾ ദാനിയേൽ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അതിന്റെ 23 വരെയുള്ള വാക്യം, ഏതാണ്ട് ഈ 19 തൊട്ട് 23 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ 15 കൂട്ടം കാര്യങ്ങൾ ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി ദാനിയേൽ എടുത്തെടുത്ത് പറയുന്നുണ്ട്. അതിൽ 2-3 കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ പകൽക്കാലം ധ്യാനത്തിനു വേണ്ടി എടുത്തിരിക്കുന്നത്. താൻ ദൈവത്തെ സ്തുതിക്കുന്നത് ഈ 15 കൂട്ടം കാര്യങ്ങളെയും സംഗ്രഹിച്ചു പറഞ്ഞാൽ എല്ലാം നിയന്ത്രിക്കുന്ന ദൈവം എന്ന പദം കൊണ്ടാണ് അവൻ ദൈവത്തെ സ്തുതിക്കുന്നത്. ദൈവമാണ് എല്ലാറ്റെയും നിയന്ത്രിക്കുന്നത്. അദ്ദേഹം ആദ്യം പറയുകയാണ്, ദൈവം കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. ദൈവത്തിന് കാലവും സമയവും മാറ്റുവാൻ കഴിയും. കാലത്തിന്റെയും സമയത്തിന്റെയും നിയന്ത്രണം ദൈവത്തിന്റെ കയ്യിലാണ്. നിങ്ങൾ ചിന്തിക്കുക, പ്രവാസം കൊണ്ടുവന്നതും പ്രവാസം മാറ്റുന്നതും ദൈവമാണ്. 30-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത്, എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. അപ്പൊ വിലാപത്തിനൊരു കാലമുണ്ട്. ആ കാലത്തെ എനിക്ക് മാറ്റി, എൻ്റെ വിലാപത്തിന്റെ കാലത്തെ മാറ്റി നൃത്തത്തിന്റെ കാലം തന്നു. എൻ്റെ രട്ടു നീ മാറ്റി എന്നെ സന്തോഷം ഒടിപ്പിച്ചു. അപ്പൊ നോക്കണം, രട്ടിന്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, എനിക്ക് സന്തോഷത്തിന്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാലങ്ങളെ കുറിച്ച് പറഞ്ഞാൽ തന്നെ തീരൂല്ല. ഹല്ലേലൂയ. സന്ദർശനകാലം, കഷ്ടകാലം, ആശ്വാസകാലം, ഇങ്ങനെ കാലങ്ങളുടെ ഒരു പരമ്പര തന്നെ നമുക്ക് ബദപുസ്തകത്തിലൂടെ കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ നോക്കുക, എല്ലാം നിയന്ത്രിക്കുന്ന, എല്ലാ കാലത്തെയും നിയന്ത്രിക്കുന്ന ദൈവം എന്നുള്ളത്. പലപ്പോഴും പ്രവാസകാലം, കഷ്ടകാലം, ഇങ്ങനെയുള്ള കാലങ്ങളെ കുറിച്ച് ഹല്ലേലൂയ സ്തോത്രം അനേകർ ദുഃഖത്തിൽ പറയുമ്പോൾ, ദാനിയേലിന് പറയാൻ, അവിടെയും സ്തുതിക്കാൻ, സന്തോഷിക്കാൻ വകയുണ്ട്. കാരണം ദാനിയേല്, യഹസ്കേൽ തുടങ്ങിയ വ്യക്തികൾ പ്രവാസത്തിലാണ് പ്രവാചകന്മാരായി മാറിയത്. പ്രൈസ് ദി ലോർഡ്. പ്രവാസത്തിൽ പ്രവാചകന്മാരായി മാറിയ അത്ഭുത ബാലന്മാരാണ്, പ്രൈസ് ദി ലോർഡ്, ഈ ദാനിയേലും യഹസ്കേലും. അപ്പോൾ പ്രവാസം അവരുടെ ജീവിതത്തിൽ അവരെ തകർക്കുകയല്ലായിരുന്നു, അത്ഭുത ശുശ്രൂഷകൾ ചെയ്യുവാൻ തക്കവണ്ണം പ്രാപ്തരായി തീർന്ന ഒരു സമയമായിരുന്നു പ്രവാസം. പകൽക്കാലം നമ്മൾ ഏത് കാലഘട്ടത്തിലൂടെ പോയാലും ആ കാലം നമ്മളെ ഒന്നും ചെയ്യാതിരിക്കണമെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ നമ്മളെ സമർപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ലോകം നോക്കുമ്പോൾ രട്ടിന്റെ കാലമാണ്, ലോകം നോക്കുമ്പോൾ കണ്ണുനീരിന്റെ കാലമാണ്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, അവർ കണ്ണുനീരിനെ അല്ലെങ്കിൽ ജലാശയമാക്കി മാറ്റിയത്. കണ്ണുനീരിന്റെ കാലം
ഹല്ലേലൂയ ജലാശയമാക്കി തീർക്കുവാൻ കഴിയുന്നവൻ. ഇങ്ങനെ ചിന്തിച്ചാൽ എത്രയോ കാര്യങ്ങൾ എനിക്ക് പറയുവാനായിട്ട് കഴിയും. ജോസഫിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം വലിയ പ്രതിസന്ധിയുടെ ഒരു കാലമുണ്ടായിരുന്നു. ആ പ്രതിസന്ധിയുടെ കാലത്തെ ജോസഫ് ഹല്ലേലൂയ മന്ത്രിയായി തീരുന്ന ആ കാലഘട്ടം എങ്ങനെ തനിക്ക് മന്ത്രിയാകുവാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, സ്വപ്ന വ്യാഖ്യാനത്തിലേക്ക് തന്നെ നയിച്ചത് ആ പ്രതിസന്ധിയുടെ കാലഘട്ടമാണ്, ആ കാരാഗ്രഹത്തിന്റെ കാലഘട്ടമാണ്. അപ്പോൾ ഒരു ഭക്തനെ സംബന്ധിച്ചോളം കാലങ്ങൾക്ക് വ്യത്യാസമുണ്ടായാലും പ്രൈസ് ദി ലോർഡ് അതവനെ ബാധിക്കുന്നില്ല എന്നതും ഈ പകൽക്കാലം ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. നമ്മൾ ഏത് കാലഘട്ടത്തിലൂടെ പോയാലും, ഏത് പ്രശ്നങ്ങളിലൂടെ പോയാലും ഹല്ലേലൂയ സ്തോത്രം അതിനെ അനുഗ്രഹമാക്കുവാൻ നമ്മുടെ കൂടെയുള്ള ദൈവത്തിന് കഴിയും എന്നുള്ള ഒരു ചിന്തയും കൂടെ ഞാൻ പറഞ്ഞ ഭാഗം വിടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കാലങ്ങളെ മാറ്റുന്നവൻ, സമയങ്ങളെ മാറ്റുന്നവൻ, അത് ദൈവമാണ്. ഇതിന്റെ എല്ലാം നിയന്ത്രണം ദൈവത്തിന്റെ കയ്യിലാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നെയും പറയുകയാണ്, രാജാക്കന്മാരെ വാഴിക്കുന്നവന്, രാജാക്കന്മാരെ നീക്കുന്നതവന്. നമുക്കറിയാം നെബൂഖദ്നേസറിനെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ വാഴിച്ചത് ദൈവമാണെന്ന് നമ്മൾ സ്തോത്രം യിരെമ്യാവിന്റെ ഭവനത്തിനകത്ത് സ്തോത്രം യിരെമ്യാവ് 27 നമ്മൾ നോക്കുമ്പോൾ കാണുന്നു, എന്റെ ദാസനായ യിരെമ്യ ഹല്ലേലൂയ സ്തോത്രം നെബൂഖദ്നേസറിന് ഞാനത് കൊടുത്തിരിക്കുന്നു. എന്നുവെച്ചാൽ ഈ പ്രവാസം തുടക്കമിട്ടത് സ്തോത്രം നെബൂഖദ്നേസർ. അപ്പൊ നെബൂഖദ്നേസറിന്റെ കയ്യിലേക്ക് അല്ലെങ്കിൽ യഹൂദ രാജ്യത്തെ കൊടുത്ത ദൈവമാണ്. അല്ലാതെ നെബൂഖദ്നേസർ വന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ അവന്റെ ബുദ്ധി കൊണ്ടും ജ്ഞാനം കൊണ്ടും കീഴടക്കിയതല്ല, പകരം ദൈവം അനുവദിച്ചു എന്നുള്ളത്. നിങ്ങൾ യെശയ്യാവിന്റെ പ്രവചനം 45 അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ കാണുന്നത് സ്തോത്രം യഹോവ തന്റെ അഭിഷക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. എന്നിട്ട് താഴോട്ട് നിങ്ങൾ വായിക്കുമ്പോൾ കോരശിനോട് പറയുന്നത്, എന്റെ ദാസനായി യാക്കോബ് നിമിത്തം ഞാൻ നിന്റെ മുമ്പിൽ രാജാക്കന്മാരെ അരക്കച്ചി അഴയ്ക്കും, താമ്ര കഥകളെ തകർക്കും. അതിന്റെ അർത്ഥം, രാജാക്കന്മാരെ നിന്റെ മുമ്പിൽ ഞാൻ തോൽപ്പിച്ചു തരും, രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിച്ചു തരും, താമ്ര കഥകളെ തകർത്തു തരും, നിന്നെ രാജത്വത്തിലേക്ക് ഞാൻ കൊണ്ടുവരും. എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ എന്റെ ദാസനായ യാക്കോബ് നിമിത്തം. അതിന്റെ അർത്ഥം എന്റെ ദാസനായ യാക്കോബ് ഇന്ന് പ്രവാസത്തിലാണ്, അവനെ പ്രവാസത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ നിന്നെ ഞാൻ സ്തോത്രം ബാബിലോണിയ കിങ്ഡത്തെ മാറ്റി നിന്റെ രാജ്യത്വത്തെ ഞാൻ സ്ഥിരമാക്കി തരും, നിന്റെ രാജ്യത്വത്തിലേക്ക് കൊണ്ടുവരും. അപ്പൊ പ്രവാസം ആരാ മാറ്റിയത്? കോരശിനെ ആരാണ് പ്രതിഷ്ഠിച്ചത്? കോരശിനെ ആരാണ് കൊണ്ടുവച്ചത് ചോദിച്ചാൽ ദൈവമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവമാണ് നിയന്ത്രിക്കുന്നത്. നമുക്കറിയാം ബാബേൽ ഹല്ലേലൂയ സ്തോത്രം ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ഒരിക്കൽ താൻ ഒരു അരമനയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനെ ചുറ്റുമൊക്കെ നടന്ന് സന്തോഷിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കൈകളുടെ അധ്വാനം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ മഹതിയാം ബാബിലോൺ എന്നൊക്കെ ഒക്കെ പറഞ്ഞ് സന്തോഷിക്കുമ്പോൾ ഒരു നിമിഷം കൊണ്ട് ദൈവം അവന്റെ ഹൃദയത്തിന്റെ ഗർവത്തെ കണ്ടിട്ട് അവനെ 7 വർഷം അവന്റെ ബുദ്ധി എടുത്തു കളഞ്ഞ് അവനെ മൃഗത്തെ പോലെയാക്കി കാട്ടിൽ പുല്ല് തിറ്റിച്ച് ഒരു ഭാഗം അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നെബൂഖദ്നേസറേ നിന്റെ കൈകളുടെ അധ്വാനമോ നീ അനുഭവിക്കുന്നതൊന്നും നീ വിചാരിക്കുന്ന രീതിയിലൊന്നുമല്ല. ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ ഒരു കരമുണ്ടെന്ന് മനസ്സിലാക്കി ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കണം. അപ്പൊ ദാനിയേൽ ഇവിടെ എന്ത് ചെയ്യുക? ദൈവത്തെ സ്തുതിക്കുക. നെബൂഖദ്നേസറിനെ വാഴിക്കുന്നത്, ഹല്ലേലൂയ കോരശിനെ വാഴിക്കുന്നത്, പ്രവാസം ഉണ്ടാകുന്നത്, പ്രവാസം മാറ്റുന്നത്, ഇതെല്ലാം ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ പ്രവാചകനാക്കിയത്, എന്നെ സ്വപ്നത്തിന്റെ അർത്ഥം പറഞ്ഞു തരാൻ തക്ക ജ്ഞാനം എനിക്ക് തന്നത് ദൈവമാണ്, എനിക്ക് വിവേകം തന്നത് ദൈവമാണ്, എല്ലാം നിയന്ത്രിക്കുന്നത് ദൈവമാണ്. ഇന്ന് പകൽക്കാലം സ്തോത്രം ഹല്ലേലൂയ നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുമ്പോൾ സ്തോത്രം ശിഷ്യന്മാർ കയറിയ ആ പടക് ഹല്ലേലൂയ സ്തോത്രം അവിടെ തിരയിൽ ആഞ്ഞടിക്കപ്പെട്ട് കൊടുങ്കാറ്റിൽ ഹല്ലേലൂയ ആടി ഉലയുമ്പോൾ പ്രൈസ് ദി ലോർഡ്
കർത്താവായ യേശു ക്രിസ്തു നാലാം യാമത്തിൽ ഇറങ്ങി വന്ന് കാറ്റിനെ ശാസിച്ച് ആ കടലിനെ ആ ശാന്തമായി ആ ഹല്ലേലൂയ സ്തോത്രം ആ ബോട്ട് തീരത്തടുക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നു. നോക്കണം, കൊടുങ്കാറ്റ് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ നിയന്ത്രണത്തിന്റെ ഹല്ലേലൂയ അണ്ടറില്ല. ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കേണ്ടത് ദാനിയേൽ പറയുന്നത് പോലെ കാലങ്ങളെ മാറ്റുന്നത് അവനാ, സമയങ്ങളെ മാറ്റുന്നത് അവനാ, രാജാക്കന്മാരെ വാഴിക്കുന്ന അവനാ, രാജാക്കന്മാരെ നീക്കുന്ന അവനാ, ഹല്ലേലൂയ ബുദ്ധിമാൻ എന്ന് പറയുന്ന ആൾക്ക് ബുദ്ധി കൊടുക്കുന്നത് അവനാ, വിവേകികൾ എന്ന് പറയുന്നവർക്ക് ഹല്ലേലൂയ വിവേകം കൊടുക്കുന്നത് അവനാ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എല്ലാം നിയന്ത്രിക്കുന്നവൻ, എല്ലാം കൊടുക്കുന്നവൻ ഹല്ലേലൂയ, അത് നമ്മുടെ ദൈവമായതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവമക്കളെ, ഈ പകൽക്കാലം എല്ലാം നിയന്ത്രിക്കുന്ന ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്കിടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കണ്ണുകളടച്ച് നമുക്കൊരു നിമിഷം ദൈവത്തിന് മുമ്പാകെ പ്രാർത്ഥിക്കാം. ദൈവത്തോട് ദാനിയേലിനോട് ചേർന്ന് പറയാം, പ്രൈസ് ദി ലോർഡ്, എല്ലാം നിയന്ത്രിക്കുന്ന അങ്ങ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇന്ന് പോകുന്ന അവസ്ഥയെ ഹല്ലേലൂയ സ്തോത്രം അതിനെ ഏറ്റവും മനോഹരമാക്കി തീർക്കുവാൻ കഴിവുള്ള ഒരു ദൈവം അങ്ങ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തെ മാറ്റാൻ കഴിവുള്ള ഒരു ദൈവം അങ്ങ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങയുടെ നിയന്ത്രണത്തിന്റെ അണ്ടറിലാണ് എല്ലാ കാര്യങ്ങളും ഓടുന്നത്. അങ്ങയ്ക്ക് നിയന്ത്രണമില്ലാത്ത ഈ ഭൂമിയിൽ ഒന്നുമില്ല. അതുകൊണ്ട് കർത്താവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, ഞങ്ങൾ ദാനിയേലിനോട് ചേർന്ന് ഏറ്റുപറയുന്നു. അങ്ങയെ സ്തുതിക്കുവാൻ എത്രയോ കാര്യങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. കർത്താവേ, എല്ലാം നിയന്ത്രിക്കുന്നത്, എല്ലാത്തിൻ്റെ നിയന്ത്രണം അങ്ങയുടെ കയ്യിലാണ് എന്നുള്ളതുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ പോകുന്ന അവസ്ഥകളെ ഹല്ലേലൂയ സ്തോത്രം ഏറ്റവും മനോഹരമാക്കി തീർക്കുവാൻ കഴിവുള്ള ദൈവം അങ്ങ കർത്താവ്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങയുടെ നിയന്ത്രണമില്ലാത്ത ഒരു മേഖല പോലും ഇല്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. മാറ്റേണ്ടതിനെ മാറ്റുവാൻ, പ്രൈസ് ദി ലോർഡ്, നീക്കേണ്ടതിനെ നീക്കുവാൻ, വാഴിക്കേണ്ടതിനെ വാഴിക്കുവാൻ, പ്രൈസ്, കൊടുക്കേണ്ടതിനെ കൊടുക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, കഴിവുള്ള ദൈവത്തിന്റെ മുമ്പിൽ ഞങ്ങളെ ഈ പ്രഭാതത്തിൽ സമർപ്പിച്ചു തരുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ തരുന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങയുടെ നിയന്ത്രണത്തിന്റെ അകത്ത് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ എത്തേണ്ടിടത്ത് എത്തും. ഞങ്ങൾ സന്തോഷിക്കുവാൻ, ഞങ്ങൾക്ക് ആനന്ദിക്കുവാൻ ഇടയാകും കർത്താവേ. അതുകൊണ്ട് ഇന്ന് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. എല്ലാ നിയന്ത്രണവും അവിടുത്തെ കരങ്ങളിൽ തരിക കർത്താവേ. ഞങ്ങളെ പൂർണ്ണമായി അങ്ങ് നിയന്ത്രിക്കണമേ. പ്രൈസ് ദി ലോർഡ്. അങ്ങയുടെ നിയന്ത്രണത്തിന്റെ അണ്ടറിലാണ് ഈ കാര്യങ്ങളെല്ലാം എന്ന് കർത്താവേ ദാനിയേലിന് മനസ്സിലായതുപോലെ ഞങ്ങൾ അത് മനസ്സിലാക്കി കർത്താവേ, അങ്ങയ്ക്ക് സ്തുതിയും അങ്ങയ്ക്ക് സ്തോത്രവും അങ്ങയ്ക്ക് ബഹുമാനവും കർത്താവേ അങ്ങയുടെ മുഖത്തേക്ക് നോക്കി എല്ലാം നിയന്ത്രിക്കുന്നവന്റെ നിയന്ത്രണത്തിന്റെ അണ്ടറിൽ നിന്ന് കർത്താവേ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹീതമായ ഒരു ദിനം ദൈവജനത്തിന് ദൈവം തരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.